എന്തെങ്കിലും ഒരു സാമ്പത്തിക കേസുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ശരണിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. UDF നേതാക്കളിലേക്കും അന്വേഷണം പോകുന്നു എന്നുള്ളതാണ് വിവരം. CMRLന്റെ ഡയറിയിൽ ചുരുക്കപ്പേരുള്ള നേതാക്കളിലേക്കും അന്വേഷണം നീളും. CMRLന്റെ ഓഫീസിലും ശശിധരൻ കർത്തിയുടെ വീട്ടിലുമായി നടത്തിയ റെയ്ഡിൽ നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ED പിടിച്ചെടുത്തിരുന്നു. അതേസമയം വീണ തൈക്കണ്ടിയുടെ മൊഴി പൂർണ്ണമായും ED വിശ്വാസത്തിലെടുത്തിട്ടില്ല. വീണയുടെ ആസ്തിവകകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരും. ഇന്നലെ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്യും. ശരൺ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുകയാണ്. ശരൺ, ഇത് വീണ തൈക്കണ്ടിയിൽ ഒതുങ്ങുന്ന ഒരു അന്വേഷണം എന്ന നിലയ്ക്കല്ല ED മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശിധരൻ കർത്തിയുടെ ഡയറിയും അതിലുണ്ടായിരുന്ന പേരുകളും അത് സംബന്ധിച്ച ഈ ഫിനാൻഷ്യൽ ഓഫീസറോട് ചോദിച്ചപ്പോൾ ചുരുക്കപ്പേരുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളുമൊക്കെ അന്വേഷണ പരിധിയിൽ വരികയാണെങ്കിൽ വീണ്ടും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ എല്ലാവരിലേക്കും അന്വേഷണം നീളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധു, എല്ലാവരിലേക്കും അന്വേഷണം നീളുമെന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഇന്നലെ റെയ്ഡുകൾക്കിടയിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് ഇത് എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, മറിച്ച് ഈ CMRLന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന ചുരുക്കപ്പേരുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ED പറയുന്നത് ആദ്യഘട്ടത്തിൽ അവർ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഈ എക്സാലോജിക്കും CMRLും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടാണ്. 2.82 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പോൾ അതിലാണ് ഇന്നലെ വിശദമായൊരു റെയ്ഡ് നടന്നത്. അതിന് പിന്നാലെ തന്നെ വീണ ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും വീണ ടിയുടെ നിക്ഷേപങ്ങളും ബാങ്ക് സ്ഥിര നിക്ഷേപം സംബന്ധിച്ചുള്ള രേഖകളൊക്കെ തന്നെ ED പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ED മരവിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീണയുടെ മൊബൈൽ ഫോണും ED കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് അയക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുള്ള സൂചന ED നൽകുന്നത്. എന്തായാലും അതിൽ ആരുടെയൊക്കെയാണോ പേരുകളുള്ളത്, ഇതിനകം തന്നെ EDയുടെ പക്കലിലുള്ള ഡയറിയിൽ കൃത്യമായി തന്നെ കാര്യങ്ങളുണ്ട്. ശശിധരൻ കർത്ത എഴുതിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് എത്ര തുകയാണ് നൽകിയെന്നുള്ള അടക്കമുള്ള വിവരങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അതിനെ വിവരങ്ങൾ നൽകിയത് KK എന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്, AG എന്നത് A ഗോവിന്ദനാണ്, OC എന്നത് ഉമ്മൻചാണ്ടിയാണ്, PV എന്നത് പിണറായി വിജയനാണ്, IK എന്നത് ഇബ്രാഹിം കുഞ്ഞാണ്, RC എന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് മൊഴി. അതിൽ പിണറായി വിജയൻ ഞാനല്ല ആ PV എന്ന് നിഷേധിച്ചു. പണം വാങ്ങിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തല അടക്കം ഉള്ളവർ സ്ഥിരീകരിച്ചു. പക്ഷേ അത് ഈ കണക്കിലുള്ള പണമാണോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്നത് പ്രധാനമാണ്. ഇങ്ങനെയുള്ള അന്വേഷണം കൂടി നീളുകയാണെങ്കിൽ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കളിലേക്ക് നീളുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.